സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്ത് അത് അയാൾക്കെല്ലാം അറിയൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, അയാൾ അവളെ നരകിപ്പിക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും ജനകന്റെ വരവ്. നീ കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ നടക്കും. നീ എന്താ ഒന്നും പറയാത്തത്? നിനക്ക് തയ്യൽ ജോലിയിലേക്ക് മാറണ്ടേ? വേണം സർ. ആ, അതിന് ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ മോള് ജയിച്ചാൽ ഇന്നു മുതൽ നീ ടൈലറാ. പരീക്ഷ എന്ന് കേട്ട് നീ പേടിക്കൊന്നും വേണ്ട. ചെറിയൊരു പരീക്ഷ. ഇവിടെ തയ്ക്കുന്നതെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണെന്ന് നിനക്കറിയാലോ. വൃത്തിയായി തേച്ച് നന്നായി പാക്ക് ചെയ്തിട്ടാ ഓരോ പീസും കയറ്റി അയക്കുന്നത്. നീ ഈ ഷർട്ട് വൃത്തിയായി തേച്ച് നന്നായി പാക്ക് ചെയ്ത് കൊണ്ടുവരണം. കണ്ടിട്ട് എനിക്ക് ഓക്കെ ആയി തോന്നിയ അടുത്ത നിമിഷം മുതൽ നീ ഇവിടുത്തെ തൂപ്പുകാരിയല്ല, ടൈലറാ. എന്റെ പ്രാർത്ഥന ഈശ്വരന്മാര് കേട്ടുന്നാ തോന്നുന്നേ. ദൈവങ്ങള് കാലാകാലം ഒരാളെ ഇട്ടിങ്ങനെ കഷ്ടപ്പെടുത്തിക്കൊന്നും ഇല്ല പാറു. നിന്റെ കഷ്ടകാലം കഴിഞ്ഞിട്ടുണ്ടാവും. എത്ര വലിയ ദുഷ്ടന്റെ ഉള്ളിലും ഒരു നുള്ളു നന്മയുണ്ടാവെന്ന് പറയുന്നത് ശരിയാ. ഇപ്പോഴെങ്കിലും ആ കരുനാഗത്തിന് ഒരു മനമാറ്റം ഉണ്ടായല്ലോ. നിന്നേക്കാൾ കൂടുതൽ സന്തോഷം എനിക്കാ. നിനക്ക് ഷർട്ട് തേക്കാൻ അറിയോ? അറിയോ ചേച്ചി, എന്റെ ചേട്ടന്റെ അച്ഛന്റെ ഷർട്ട് ഞാനല്ലേ തേച്ചു കൊടുക്കാറുള്ളത്. തേച്ച് മടക്കി പാക്ക് ചെയ്യണം. തേച്ച് മടക്കി വെക്കാറുണ്ട്, പാക്ക് ചെയ്ത് ശീലമില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റും. മുതലാളി പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ എന്തായിരിക്കും ആ കരുണാകരന്റെ പ്ലാൻ? നമുക്ക് നോക്കാം. എന്താ വേണ്ടത്? ജനഗണന എന്റെ പേര്. ഞാനിവിടെ മനസ്സിലായി. സാറ് വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഒരു മിനിറ്റ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം ഇയാളോട് ആരാ പറഞ്ഞേ? ഓ, ചിലപ്പം പാറുമായിരിക്കും. ദേവകി പാറുവിനെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരിക്കും. കോൾ എടുക്കുന്നില്ലല്ലോ. ഇനി എനിക്ക് അച്ഛനെയും അമ്മയും വിളിക്കുമ്പോ കള്ളം പറയണ്ടല്ലോ. മോൾക്ക് അവിടെ സന്തോഷം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോ സന്തോഷാണെന്ന് ഒരു മടിയും കൂടാതെ പറയുകയും ചെയ്യും. കൂടുതൽ പണിയെടുത്താ കൂടുതൽ കാശുണ്ടാക്കാന്നാ കരുണാകരൻ സാർ പറഞ്ഞത്. ജോലി സമയം കഴിഞ്ഞാലും ഒരു 1.5 മണിക്കൂർ കൂടി ഇരുന്ന് തയ്ക്കണം. കുറച്ച് കഷ്ടപ്പെട്ടാലും അച്ഛന്റെ കടങ്ങൾ വേഗം തീർക്കാൻ കഴിയും. ജയന്തി ചേച്ചിയും സൗസവും എല്ലാം ചില ആഴ്ചകളില് ഞായറാഴ്ചയും ജോലിക്ക് വരാറുണ്ട്. അങ്ങനെയും കുറച്ചധികം കാശുണ്ടാക്കാൻ പറ്റും. മുക്ത മാഡം, പാർവതി ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത് കാണിച്ചു തരാമെന്ന് ഞാൻ മാഡത്തിന് വാക്ക് തന്നിട്ടില്ലേ? അവള് നിലവിളിക്കുന്നത് കാണാൻ മാഡം റെഡിയായിട്ട് നിന്നോ? സമയമായി.
പോയല്ലോ. അയ്യോ. എന്റെ ഈശ്വരാ. ചേച്ചി, ജയന്തി ചേച്ചി, ചേച്ചി. എന്താ പാറു? എന്തിനാ നീ കരയുന്നേ? എന്താ ഉണ്ടായത്? എന്താ പാറു, എന്തിനാ നീ കരയുന്നേ? നീ കാര്യം പറ. ഇതെന്താ ഇങ്ങനെ? ഞാൻ ആ തേപ്പ് പെട്ടി എടുത്ത് ഷർട്ടിൽ വെച്ചപ്പോഴേക്കും ഷർട്ട് കത്തിപ്പോയി. ഏത് തേപ്പ് പെട്ടി വെച്ചാ നീ തേച്ചത്? മേശപ്പുറത്ത് ഒരു തേപ്പ് പെട്ടി ഉണ്ടായിരുന്നു. ജയന്തി ചേച്ചി, രഘു ഒരു ഹെവി ഡ്യൂട്ടി അയൺ ബോക്സുമായി അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അത് വെച്ചായിരിക്കും അവള് ഷർട്ട് തേച്ചത്. ശ്രദ്ധിക്കണ്ടേ പാറു? ഹെവി ഡ്യൂട്ടി അയൺ ബോക്സ് വെച്ച് ആരെങ്കിലും ഇതുപോലുള്ള ഷർട്ട് തേക്കോ? എനിക്കറിയില്ലായിരുന്നു ജയന്തി ചേച്ചി. കരുണാകരൻ സാർ ഇത് അറിഞ്ഞു. അയാൾ നിന്നെ കൊല്ലാക്കൊല ചെയ്യും, അതുറപ്പാ. അത് അയാളുടെ എന്തോ പ്ലാനാണെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അവളെ ഇട്ട് വറുക്കാൻ അയാൾക്ക് ഒരു കാരണം കൂടി കിട്ടി. കാരണം കൂടി കിട്ടിയെന്നല്ല, ബുദ്ധിപൂർവം അയാളൊരു കാരണം ഉണ്ടാക്കി. വറുചട്ടി നിന്ന് എരുതിയിലേക്കെന്ന് പറയുന്നത് ഇതിനാണ്. രുദ്രൻ കാരണം നാട്ടിൽ ജീവിക്കാൻ പറ്റാതായപ്പോഴാ അവൾ ഈ ടൗണിലേക്ക് വന്നു. എന്നിട്ടോ എത്തിപ്പെട്ടത് മുതലാളിയെക്കാളും വലിയൊരു കാലന്റെ മുന്നിൽ. ആട്ടെ, ഇനി എന്ത് ചെയ്യാനായിരിക്കും കരുണാകരന്റെ ഐഡിയ? അത് അയാൾക്ക് മാത്രമേ അറിയൂ. എന്തായാലും നമുക്ക് കണ്ട് ആസ്വദിക്കാനുള്ള വകയുണ്ടാവും. ഞാൻ കഷ്ടപ്പാടുകളില്ലാതെ കഴിയുന്നത് ദൈവത്തിന് പോലും ഇഷ്ടമല്ലെന്ന് തോന്നുന്നത്. ഞാനിനി എന്താ ചെയ്യാ ജയന്തി ചേച്ചി? ഈ ഷർട്ട് കത്തിപ്പോയത് കരുനാഗം അറിഞ്ഞോ? ഇല്ല. അയാൾ അറിയണ്ട. ഇതിന്റെ വേറൊരു പീസ് ഞാൻ എടുത്തുതരാം. അത് നോർമൽ തേപ്പ് പെട്ടി വെച്ച് തേച്ച് പാക്ക് ചെയ്ത് അയാൾക്ക് കൊടുത്താൽ മതി. നീ വാ. ഞാൻ തന്ന ഷർട്ട് അയൺ ചെയ്ത മോളെ. അത് സാർ, പെട്ടെന്ന് വേണം. ഒരു പാർട്ടി വന്നിട്ടുണ്ട്, അവർക്ക് സാമ്പിൾ കാണിക്കാനാ. അവര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അയൺ ചെയ്ത് കൊണ്ടുപോവാ. ജയന്തിയുടെ കയ്യിലെന്താ? ഒന്നുമില്ല സാർ. അതല്ലല്ലോ, എന്തോ ഉണ്ട്. കാണട്ടെ. കാണിക്കാനല്ലേ പറഞ്ഞേ?